ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ബ്രൗൺസ് ബേ ബൗളിംഗ് ക്ലബിലാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ വഴി കൂടെ പോകുമ്പോൾ ഈ ഗെയിം എന്താണെന്ന് ആലോചിക്കാറുണ്ടായിരുന്നു. ഇതുവരെയ്ക്ക് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയയും കിട്ടിയിട്ടില്ല. ഇതേപോലെ കുറേ ബോൾസ് ഉണ്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി വിട്ട് കളിക്കും. പിന്നെ കുറേ ബോൾസ് അതേപോലെ ഇങ്ങനെ ഉരുണ്ട് വരും. എന്നിട്ട് മറ്റേ സൈഡിലുള്ള ബോളിൽ പോയി തട്ടണം. അങ്ങനെയാണോ, ഇനി സെയിം കളറിനെ പോയി തട്ടണോ, അപ്പോഴാണോ പോയിന്റ് കിട്ടുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണ് ഈ ഗെയിം കളിക്കുന്നത്. എന്നാലും ഇടയ്ക്ക് മധ്യവയസ്കരായ ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വഴി പോയപ്പോൾ ഇന്ന് ഇതിനകത്ത് കയറി ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ബൗളിംഗ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ 2024 നാഷണൽ വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ നടന്ന സ്ഥലമാണ്. ഇവരുടെ ഈ ഗെയിമിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ നടന്ന ഒരു വെന്യൂ ആണ് ഇത്. പിന്നെ 2025 ഹെഡ് ക്വാർട്ടേഴ്സുമാണ്. അപ്പോൾ ഇതാണ് ആ ഗെയിം. ഈ ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉള്ളവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ബ്രൗൺസ് ബേ ബൗളിംഗ് ക്ലബ്ബ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബാറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇരുന്ന് ബൗളിംഗ് ചെയ്ത് ക്ഷീണിച്ച് ഇരിക്കുന്നവർക്ക് അതിനകത്ത് കയറി രണ്ടെണ്ണം അടിച്ച് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ആ കാണുന്നത് ഒരു നഴ്സിംഗ് ഹോമാണ്. ഇവിടുത്തെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു നഴ്സിംഗ് ഹോമാണ് കാണുന്നത്. പിന്നെ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റും കാണാൻ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് ഇവരിങ്ങനെ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ടൈം പാസ്സാണ്. പക്ഷേ ഈ ഗെയിമിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല. ഇതിൻ്റെ പോയിൻറ്റ്സ് എങ്ങനെയാണെന്നോ അതോ എങ്ങനെയാണ് കളിക്കുന്നതെന്നോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതേപോലെ തന്നെ 2 കോർട്ടുണ്ട്. ഒരു കോർട്ട് അപ്പുറത്താണ്, പിന്നെ ഒരെണ്ണം ഇപ്പുറം. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകു വശത്ത് 2 കോർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മിക്കവാറും സ്നൂക്കർ പോലത്തെ എന്തെങ്കിലും കളിയായിരിക്കും. അത് കൈകൊണ്ട് ഇവർ കളിക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെൽ മെയിൻറ്റൈൻഡ് ഒരു ഗാർഡനകത്ത് വന്നിരുന്ന് കളി കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. അവിടെ അങ്ങ് ദൂരത്തായിട്ട് ആൾക്കാരൊക്കെ ഇരുന്ന് കളി കാണുന്നത് കാണാൻ പറ്റും. ഇനി അവർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല ഈ ഗെയിമിനെ പറ്റി. എനിക്കെന്തായാലും ഒന്നും മനസ്സിലായില്ല. അത് ഒരു പുള്ളിക്കാരൻ ബോൾ എറിയുകയാണ്. പല കളറുള്ള ബോളാണ് എറിയുന്നത്. അപ്പോൾ അതിങ്ങനെ പോയി ഇവർ കൈ അടിക്കുകയാണെങ്കിൽ എന്താ പോയിൻ്റ് കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ നോക്കട്ടെ. തട്ടി. അപ്പോൾ വെൽഡൺ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പോയിൻ്റ് എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്? നിങ്ങൾക്ക് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അവരവരുടെ കളി തുടരട്ടെ. എന്തായാലും നല്ലൊരു ടൈം പാസ് ആണെന്ന് തോന്നുന്നു ഇവർക്ക്. കാരണം ഒരുപാട് നേരം ഇവരൊന്ന് കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ പലപ്പോഴും ഈ വഴി കൂടെ പോകുമ്പോൾ ഒരുപാട് നേരം ഇന്ന് കളിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും വിട വാങ്ങുകയാണ്. എനിക്ക് വൈകിട്ട് ജോലിയുണ്ട്. അതിന് മുമ്പേ ഒരു 2-3 മണിക്കൂർ പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് ബ്രൗൺസ് ബേ ബൗളിംഗ് ക്ലബ്ബ്. ഇതാണ് ബൗളിംഗ് ഗെയിം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.